മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂര് പ്രഭാഷണത്തിന് പോയപ്പോൾ ഒരു സ്ത്രീ എന്നോട് പറയുകയുണ്ടായി, അവർ പഠിപ്പിക്കുന്നത് ഒരു മാനസിക ശാരീരിക വൈകല്യങ്ങളുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിലാണ്. ഈ ബാംഗ്ലൂര് മാതിരിയുള്ള നഗരത്തിൽ അടിച്ചു പൊളിച്ച് ലക്ഷൂറിയസ് ആയിട്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുമ്പോൾ ഈ മാനസിക ശാരീരിക വൈകല്യങ്ങളുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ മറ്റുള്ളവരുടെ ജീവിതവും ഇവരുടെ ജീവിതവും കണ്ട് തകർന്നു പോവാണ്. മാത്രമല്ല, ആ കുട്ടികളും ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അവരുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ പ്രത്യേക രീതിയിലൊക്കെ ജീവിക്കുന്നത് കാണുമ്പോഴും അവരും തകരുന്നു. ഇനി ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന 250 കുട്ടികളുള്ള ആ വിദ്യാലയത്തിൽ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരും പുറത്തും അകത്തും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോഴത്തേക്കും അവരെ കുറച്ച് ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ രാജിവെച്ചു പോകുന്നു. അവർക്കിത് കണ്ടുകൊണ്ട് താങ്ങാൻ പറ്റണില്ല. എന്നിട്ട് ആ സ്ത്രീ എന്നോട് പറയാണ്, എൻ്റെ മകന് മെൻ്റലി കുറച്ച് അബ്നോർമാലിറ്റി ഉണ്ട്, ഫിസിക്കലിയും അതുണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലാ സമയവും ഊർജവും സമ്പത്തും ചെലവഴിച്ച് അവനെ ഒന്ന് എക്യുപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അവസാനം അവൻ പഠിച്ചു, നല്ലോണം പഠിച്ചു, ഗ്രാജുവേഷനായി, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, നല്ലൊരു ജോലി കിട്ടി. ഇപ്പൊ അവൻ സ്വന്തം കാലിൽ നിൽക്കുന്നു, തന്നെ എക്യുപ്ഡായി എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആ ടീച്ചറോട് പറഞ്ഞു, ഞാൻ കണ്ണൂര് യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയിരുന്നു. അവിടെ MBA വിദ്യാർത്ഥികൾക്കാണ് ക്ലാസ് എടുത്തത്. എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. എത്രയോ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും IITകളിലും IIT ഗൗഹാട്ടി IIT ഒക്കെ ഞാൻ MBAക്കാർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ടൊറന്റോ യൂണിവേഴ്സിറ്റി കാനഡയിലും MBA വിദ്യാർത്ഥികൾക്ക് കുറച്ച് പേർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തും അകത്തും, കേരളത്തിന് പുറത്തും അകത്തും എടുത്തിട്ടുണ്ട്. പക്ഷെ ആ കണ്ണൂരിലെ MBAക്കാർക്ക് എടുത്തതും അതുപോലെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ MBAക്കാർക്ക് എടുത്തതും അവിസ്മരണീയമായിരുന്നു. അതിൽ കോഴിക്കോട് സർവകലാശാലയിലെ MBAക്കാർക്ക് എടുത്തപ്പോൾ അതിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഒരു മുസ്ലിമായിരുന്നു. 1.5 മണിക്കൂർ കൊണ്ട് വേദിക് മാനേജ്മെന്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ് എടുത്തത്. അദ്ദേഹം അത് വീഡിയോ എടുത്ത് അദ്ദേഹം പറഞ്ഞു, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ 150 കോപ്പി ഇത് വേദിക് മാനേജ്മെന്റ് എന്താണെന്നുള്ളത്, ഇന്ത്യൻ അപ്രോച്ച് ടു മാനേജ്മെന്റ് എന്നുള്ളത് എന്താണെന്ന് എല്ലാവർക്കും ഈ യൂണിവേഴ്സിറ്റിയിൽ വിതരണം ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മുടെ സിലബസിലുണ്ടെങ്കിലും ഇതാണ് വിഷയമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഇന്നൊരു പുതിയ വെളിച്ചം കിട്ടിയ മാതിരി എന്നാണ്, ഷഹാബുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അവസാനം ദീനുണ്ട്, അത്ര എനിക്കറിയാം. ഷഹാബുദ്ദീൻ എന്ന അദ്ദേഹം വളരെ ഇത്രയും അധികം ബഹുമാനത്തോടു കൂടി പറയുകയും അന്ന് വൈകുന്നേരം തന്നെ എഡിറ്റ് ചെയ്തിട്ട് കുറെ കുട്ടികൾക്ക് അത് കൊടുക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതേണ്ടത്, ഇവാലുവേഷൻ നടക്കുന്നത് എന്ന് പറയുകയും ചെയ്തു. അതൊരു കാര്യം ഞാൻ അല്പം ഒന്ന് മാറിയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. തിരിച്ച് നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വരാം. ആ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ MBAക്ക് പഠിപ്പിക്കുന്ന ഒരാള് ഏതോ വലിയൊരു കമ്പനിയുടെ, ടൊയോട്ടയാണോ മഹീന്ദ്രയാണോ ടാറ്റയാണോ, ഈ 3 കമ്പനിയിലെ ഏതോ ഒരു കമ്പനിയിലെ സെയിൽസ് മാനേജറോ മെറ്റീരിയൽ മാനേജറോ മറ്റോ ആയിരുന്നു. അദ്ദേഹത്തിന് ശാരീരികവും മാനസികവുമായിട്ട് ഒത്തിരി അബ്നോർമാലിറ്റി ഉണ്ട്. നടക്കുമ്പോൾ ഒന്നും ശരിക്കും നടക്കാൻ പറ്റില്ല, കയ്യൊക്കെ ഇത്തിരി ഇതൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നതിൻ്റെ കോൺസിക്വൻസുകൾ ഉണ്ടാവാം. എന്തൊക്കെയാണെന്ന് ഞാൻ പറയണില്ല. പക്ഷെ ആ വിദ്യാർത്ഥികൾ ആ അധ്യാപകനോട് കാണിക്കുന്ന സ്നേഹം, ബഹുമാനം, ചിലപ്പോൾ ആ അധ്യാപകന് പെട്ടെന്ന് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതെ വരുമ്പോൾ മുമ്പിലുള്ള കുട്ടികൾ പെട്ടെന്ന് വന്ന് അദ്ദേഹത്തിനെ കൈപിടിച്ച് കിട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോഴും ഈ ചിലപ്പോൾ ചുണ്ട് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ പോകും, ക്ലിയർ ആവില്ല. പക്ഷെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ക്ലാസ്
ഒരു എന്താ പറയുക, ദൈവവചനം പോലെ ആ മനുഷ്യന്റെ ക്ലാസ് ആ വിദ്യാർത്ഥികൾ കേൾക്കുന്നുണ്ട്. ഇദ്ദേഹം എന്നെ വെൽക്കം ചെയ്തപ്പോഴും ഒരു 2-3 വരി പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ കുട്ടികൾ കൈയടിക്കുന്നത് ഞാൻ കണ്ടു. കൈയടിക്കത്തക്ക വിധത്തിലൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നല്ല ഈ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് കണ്ടു. ഇങ്ങനെ ഞാൻ ഈ ബാംഗ്ലൂര് എന്നോട് വന്ന സ്ത്രീയോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത ബന്ധുവിന് പോലും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഒരു വരിയാണ്, ഉള്ള പരിമിതികൾ ജീവിതത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ഇത് എൻ്റെ ഡോക്ടർമാര് ഇൻഡയറക്ട്ലി പറഞ്ഞത് ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞതാണ്. ഞാൻ നിങ്ങളോടും പറയുന്നു, ഈ ലോകത്തില് ഈശ്വരൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പ്രകൃതിയോ ദൈവമോ ഈശ്വരനോ ആരും ആവട്ടെ, പ്രവാചകനോ ദൈവപുത്രനോ ആരും ആവട്ടെ, കർമ്മബലമോ പൂർവജന്മ കർമ്മബലമോ ദുഷ്കർമ്മബലമോ സത്കർമ്മബലമോ എന്തുമാവട്ടെ, നമുക്ക് ഈ ജന്മം കിട്ടി. ഈ ജന്മത്തില് കുറേ ശാരീരിക പരിമിതികൾ ഉണ്ടാവും, കുറേ മാനസിക പരിമിതികൾ ഉണ്ടാവും, ചിലപ്പോൾ സാമൂഹിക പരിമിതികൾ ഉണ്ടാവും, ചിലപ്പോൾ സാമ്പത്തിക പരിമിതികൾ ഉണ്ടാവും, ചിലപ്പോൾ കുട്ടികളില്ലാത്ത പരിമിതികൾ, ചിലപ്പോൾ കുട്ടികൾ മോശമായിട്ട പരിമിതികൾ, ചിലപ്പോൾ ആഗ്രഹിച്ചത് നേടാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങൾ, ചിലപ്പോൾ ജോലിസ്ഥലത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇതെല്ലാം ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കാം. ഇനി അതിനെ ഇല്ലാതെയാക്കാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുക. തിന്മകള്, വേദനകള്, ദുഃഖങ്ങള്, തടസ്സങ്ങള്, അവഹേളനങ്ങള്, അപകർഷതകള് ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. അതാണ് പ്രശ്നപരിഹാരത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. knowing that we have got that problem. Once you know that you have got that problem, next step, solving the problem. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. ആ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും, ആ പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കുന്ന വേറൊരു വിഭാഗം ഉണ്ടാവും, ആ പ്രശ്നങ്ങളെ ഓപ്പർച്യൂണിറ്റി അവസരങ്ങളാക്കി മാറ്റുന്ന വേറെ ചില വിഭാഗം ഉണ്ടാവും. അതില് പ്രശ്നം പരിഹരിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ ആ പരിമിതികൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. ആ പരിമിതികളെ അഡ്വാൻറ്റേജുകളും മെറിറ്റോറിയസും ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്കറിയോ, ഹിറ്റ്ലർ ലോകം കീഴടക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഹിറ്റ്ലർക്ക് അയാളൊരു എപ്പിലെപ്സി രോഗിയായിരുന്നു. എന്നിട്ടും എന്തെല്ലാം ചെയ്തു നോക്കാം. ധാരാളം പരിമിതികളുണ്ട്. ഇനി ഞാൻ എക്സാമ്പിളുകളൊന്നും പറയുന്നില്ല. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച്, ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിച്ച്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ധാരാളം വാർത്തകൾ കേൾക്കാറുണ്ട്. മാനസികമായിട്ട് അബ്നോർമലുള്ള കുട്ടികൾ പാട്ട് പാടുന്നത്, മാനസികവും ശാരീരികവുമായിട്ട് അബ്നോർമലായിട്ടുള്ള കുട്ടികൾ വയലിൻ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ശരിക്ക് ജഗതീശ്വരനോ പ്രകൃതിയോ എന്ത് കാരണത്താലോ നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. നമ്മുടെ ജീവിതത്തെയും അവരുടെ ജീവിതത്തെയും ശപിച്ച് നമ്മൾ നിരന്തരം തളർന്ന് നമ്മുടെ മുമ്പിൽ വരുന്നവരെ അത് കേൾപ്പിച്ച് തളർത്തി ജീവിക്കുന്നതിനേക്കാളും നമ്മൾ ജഗതീശ്വരൻ എങ്ങനെയാണോ നമുക്കൊരു ജന്മം തന്നത്, നമ്മുടെ മക്കൾക്കോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർക്കോ, ആ പരിമിതികളെ ശപിച്ചും പഴിച്ചും കുറ്റം പറഞ്ഞും ജീവിക്കുന്നതിന് പകരം അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം എന്ന് ഞാൻ ബാംഗ്ലൂര് അവരോട് പറഞ്ഞു. പ്രണാമം, നമസ്കാരം.